ഹലോ, പുതിയൊരു ദിവസമാണ്, പുതിയൊരു പോട്ടാണ്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ബെർമ്യൂഡയിലാണ് കേട്ടോ. എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ബെർമ്യൂഡ ട്രയാങ്കിൾ ആയിരിക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന ആ പേര് കേൾക്കുമ്പോൾ അല്ലേ. പക്ഷേ എൻ്റെ മനസ്സിലോട്ട് ഇനി ഞാൻ ബെർമ്യൂഡയെ പറ്റി ആലോചിക്കുമ്പോൾ വരുന്ന ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. സോ ബെർമ്യൂഡ ട്രയാങ്കിൾ വരുന്നത് ആ ലൊക്കേഷനാണ്, ഇൻ ബിറ്റ്വീൻ ബെർമ്യൂഡ, സാനുവാൻ ആൻഡ് മയമി. സോ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ ഇവിടെയാണ് വരുന്നത്, ദ ബ്യൂട്ടിഫുൾ പാർട്ട് ഓഫ് ബെർമ്യൂഡ. സോ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സ്കെയറി മിസ്റ്ററി അല്ലാതെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. ഒരു 70,000 മാത്രം പോപ്പുലേഷനുള്ള ദ മോസ്റ്റ് ക്ലീൻ ആൻഡ് ക്ലിയർ വാട്ടേഴ്സ് ഇൻ ദ വേൾഡ്. അതാണ് ബെർമ്യൂഡ. പിന്നെ സീറോ പൊല്യൂഷനാണ് കേട്ടോ. എവിടെ തിരിഞ്ഞാലും ഒരു ക്ലീൻ ആൻഡ് ഹാപ്പി വൈബ്. അപ്പം അങ്ങനെ ഒരു ക്രിസ്റ്റൽ കേവ്സ് എക്സ്പ്ലോർ ചെയ്യാനാണ് പോണത്. നമ്മൾ ടൂർ എടുത്തിട്ടാണ് പോണേ. ഞാൻ ഗസ്റ്റിൻ്റെ കൂടെ എക്സ്കർഷനിലാണ് പോണത്. അപ്പം നമ്മൾ ആദ്യം തന്നെ പോയി നമ്മൾ ടൂർ നമ്പർ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അവർ നമ്മളെ കൊണ്ടുപോകത്തില്ല. ടൂർ നമ്പർ കണ്ടുപിടിച്ച് ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് നമ്മൾ പോകാൻ പോകുന്നത്, ഞാൻ പറഞ്ഞ പോലെ, വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് നാച്ചുറൽ അട്രാക്ഷൻസ് ഓഫ് ബെർമ്യൂഡ. അതാണ് ക്രിസ്റ്റൽ കേവ്സ്. അപ്പം പേര് പോലെ തന്നെ കേവ് ആണ്. ഇത് അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ. നമ്മളൊരു 80 to 90 സ്റ്റെപ്സ് താഴേക്ക് ഇറങ്ങിയിട്ടാണ് പോണത്. കുറച്ച് ക്ലോസ്ട്രോഫോബിക് പോലത്തെ എക്സ്പീരിയൻസ് ആണ്, കാരണം ലൈറ്റൊന്നും എപ്പോഴും ഇല്ല, ഒരു ഡാർക്കാണ്. നമ്മൾ ഫോട്ടോ സമയത്ത് മാത്രമേ ഒരു ലൈറ്റ് ഓൺ ആക്കുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫോർമേഷൻ ഓഫ് ലൈം സ്റ്റോൺസ് ആണ്. 1000+ ഇയേഴ്സ് ഓൾഡാണിത്. ഇതിൻ്റെ ഇൻവെൻറ്റിങ് സ്റ്റോറിയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത്രയും നാളുകൾക്ക് മുന്നേ ഒരു രണ്ട് ടീൻ ബോയ്സ്, അവർ ക്രിക്കറ്റ് കളിക്കും. ക്രിക്കറ്റാണ് ഇവിടുത്തെ മെയിൻ സ്പോട്ട്. അവർ ക്രിക്കറ്റ് കളിക്കുന്ന ടൈമിൽ അവർ ക്രിക്കറ്റ് ബോൾ മിസ്സായി. ആ ബോൾ കണ്ടുപിടിക്കാൻ ഇവർ ഫോളോ ചെയ്ത് ആണ് ഈ കേവ് കണ്ടുപിടിക്കുന്നത്. ഈ ഗൈഡ് നമുക്ക് സ്റ്റോറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തരും കേട്ടോ. ഈ വാട്ടർ ഭയങ്കര ക്ലിയർ ആണ് ഇവിടെയും. നമ്മൾ നോക്കിയാൽ കാണാം, നമുക്ക് കുറേ ഫോണും ക്യാമറയും ആളുകളുടെ ചാടിക്കിടക്കുന്നത്. കാരണം ഈ ബ്രിഡ്ജ്, നമ്മൾ നടക്കുന്ന ഈ ബ്രിഡ്ജ് മൂവിങ് ആണ്. അപ്പോൾ നമ്മൾ നോക്കിയില്ലെങ്കിൽ എല്ലാം താഴെ വീഴും. താഴെ വീണാൽ പിന്നെ എടുക്കാനൊരു ഓപ്ഷനില്ല. അപ്പം അങ്ങനെ ഭയങ്കര നാച്ചുറലി ഫോം ആയിട്ട് ഡിസൈനാണ്. ഇങ്ങനെ വിറ്റായിട്ടിരിക്കുന്ന ഇത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് അത് സ്ട്രോങ് ആവും. അപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞ് വരും തോന്നും അത്, പക്ഷേ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം നമുക്കൊരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഡെഫിനറ്റ്ലി ഗസ്റ്റിനാണ് പ്രയോറിറ്റി. നമ്മൾ അവരുടെ സൈഡ് പിടിച്ച് ഇങ്ങനെ നടക്കുക എന്നുള്ളൂ. പിന്നെ നമ്മൾ ബെർമ്യൂഡ ഹാമിൽട്ടണിൽ ഡൗൺ ടൗൺ വഴിയാണ് തിരിച്ച് വരുന്നത്. കുറേ അടിപൊളി കൺസ്ട്രക്ഷൻസും കൂടി ഉള്ളൊരു സ്ഥലമായിട്ട് ബെർമ്യൂഡ. ഇത് 1000 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ളൊരു ചർച്ചാണ്. ഭയങ്കര ഓൾഡാണല്ല, പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഷിപ്പിൽ വന്നു. ഷിപ്പിൽ വന്നാൽ എന്താണ് മെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ പണിയാണ് മെയിൻ. വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ പണി തുടങ്ങിക്കൊള്ളണം. അപ്പോൾ അങ്ങനെ, ബട്ട് എന്തായാലും നമ്മൾ ഓഫീസിൽ പോയിരിക്കുമ്പോൾ വീണ്ടും നമുക്ക് വണ്ടർ അടിക്കാനും ആലോചിക്കാനും ഒരു പുതിയൊരു സംഭവം കിട്ടിയില്ലേ. ബൈ.